ഹലോ നമസ്കാരം, എല്ലാവർക്കും ഡബ്ലിൻ മല്ലു വേൾഡിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് കണ്ടില്ലേ, കോടാക്കി പിടിച്ച ഒരു മഴയുള്ള ദിവസമാണ് കേട്ടോ. ഇന്നിപ്പോൾ എങ്ങോട്ടാണ് പോകണമെന്ന് ഞാൻ പറയുന്നില്ല. നേരത്തെ ആക്ച്വലി കുറച്ച് മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എവിടെയാണ് എത്തിപ്പെടുക അല്ലെങ്കിൽ എവിടെയാണ് ചെന്നെത്തുക എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല. രാവിലെ ഞാനൊരു ഇവിടെ ഒരു ഫാദർ കോളിൻസ് എന്ന് പറഞ്ഞൊരു പാർക്കുണ്ട്, നമ്മുടെ വീടിൻ്റെയൊക്കെ അടുത്തായിട്ട് വരും. നടന്ന് മനസ്സിൻ്റെ ഇടപാട് തീർന്നു. ആക്ച്വലി രാവിലെ അത് കാണാൻ പോയേക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഞാൻ വീടിനകത്ത് എടുത്തുണ്ട്, കാണാൻ പറ്റും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്തായാലും വീട്ടിൽ ചുമ്മിരിക്കുമല്ലേ, വെറുതെ ഇറങ്ങിയേക്കാന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ 40 ഫുഡ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ആക്ച്വലി ഇവിടെ നമ്മൾ ബ്രേക്ക് പോണ ആ ഒരു റൂട്ട് തന്നെയാണ്. അപ്പം 40 ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ മോസ്റ്റ്ലി അവിടെ സ്വിമ്മിങ്, അതുപോലെ തന്നെ ഈ സൺറൈസ് സൺസെറ്റൊക്കെയാണ് ഭയങ്കരമായിട്ട് ആളുകൾ ആസ്വദിക്കുന്ന ഒരു സ്ഥലമാണ്. ഫേമസ് ആയിട്ടുള്ളൊരു പ്ലേസാണ്. അപ്പം 40 ഫുഡിലേക്ക് പോകുന്ന വിചാരിച്ചിട്ടാണ് ഇറങ്ങിയേക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല, ഈ മഴയും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം, പറ്റുന്നുണ്ടെങ്കിൽ പോവാം. മഴയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര പാടായിരിക്കും, എന്നാലും ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വരാം കേട്ടോ. അപ്പം എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഡബ്ലിൻ മല്ലു വേൾഡ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും തന്നിട്ട് നമ്മളെ പ്രോത്സാഹിപ്പിക്കുക കേട്ടോ. അപ്പോൾ വെൽക്കം ടു ദ വീഡിയോ. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ആദ്യമായിട്ട് കാണിക്കുന്ന സ്ഥലം നമ്മുടെ ഒരു അച്ഛൻ്റെ പേരിലുള്ളതാണല്ലോ, ഫാദർ. യെസ്, ഫാദർ ഒരു പാർക്കാണ് ആക്ച്വലി, ഫാദർ സംതിങ് പാർക്ക്. ഇത് കുറേ നാളായി കേട്ടോ ഞാൻ നോക്കിക്കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട്. ആക്ച്വലി നമ്മുടെ വീടിൻ്റെ അടുത്ത് നിന്ന് ഏകദേശം ഒരു 3-4 കിലോമീറ്റർ അപ്പുറമാണ്. ബട്ട് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കുറേ കാറ്റാടി മരങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് പ്രതീക്ഷിച്ചാണ് ഞാൻ പോകുന്നത്. അപ്പം ഈ ഒരു ഭാഗം, ഈ പാർക്കിരിക്കുന്ന ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളതും ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ഇവിടുത്തെ ഹൗസസും ഒക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അമേരിക്കൻ ഹൗസസ് കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്ന രീതിയിലുള്ള സബർബാണ് ആക്ച്വലി ഇത്. ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ കയറി എടുത്തിട്ടില്ല വീഡിയോസൊന്നും. ഇതാണ് ഞാൻ ഈ പറഞ്ഞ പാർക്ക്. നിങ്ങൾ ആ കാണുന്നത് കണ്ടോ, ആ കാണുന്ന ഉയർന്ന് കാണുന്ന വെള്ള ആ ഒരു ഇതായിരുന്നു ശരിക്കും പറഞ്ഞാൽ കാറ്റാടി ആക്ച്വലി. ബട്ട് അതിൻ്റെ ചിറകുകളും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റിയേക്കുവാണ്, ഇപ്പോൾ കാണാനില്ല അവിടെ. അത് പ്രതീക്ഷിച്ചാണ് ഞാൻ ആക്ച്വലി ആ പാർക്കിൽ പോയത്. പിന്നെ വലിയൊരു പാർക്കാണ്, കുറച്ച് കാണാനുണ്ട്. ഈ മോസ്റ്റ്ലി നമ്മളൊരു നാച്ചുറൽ റിസർവ് എന്നൊക്കെ പറയും പോലെ കുറേ കണ്ടൽക്കാടുകൾ പോലത്തെ കാടുകളൊക്കെ വളർത്തി കുറേ കിളികളൊക്കെ അല്ലെങ്കിൽ ഈ കാട്ടുകോഴി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാണാനൊക്കെ നമുക്ക് പറ്റും. അത് ഇത്രയൊക്കെ ഉള്ളൂ ഇതിനകത്ത് കാണാനായിട്ട്. ബട്ട് എങ്കിൽ കൂടിയും എൻ്റെ ഫ്രണ്ട് ലിങ്ക് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പോയതാണ്. നല്ലതായിരുന്നു അവിടെ ആക്ച്വലി. ഇപ്പോൾ മറ്റേ എന്താ പറയുക, നമ്മുടെ ഈ സ്കെറി മിൽസിനെ പോലുള്ളതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇച്ചിരി കൂടെ നല്ലതായിരുന്നു ഒരു പക്ഷേ വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ നടക്കാൻ ഇറങ്ങാൻ പറ്റിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു പാർക്ക് കണ്ടുപിടിക്കാൻ കുറച്ച് ദിവസമായിട്ട് ഞാൻ നടക്കുമായിരുന്നു ആക്ച്വലി. ഇതൊരു ഒത്തിരി ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പാർക്കാണ്, ഒത്തിരി നാളായിട്ട് ഇവിടെ ഉള്ള പാർക്കല്ല. ഈ ഒരു ഏരിയ ഡെവലപ്പ് ചെയ്ത് വന്നേ പിന്നെ ഉള്ളൊരു പാർക്കാണ്. അപ്പം കണ്ടുപിടിക്കാൻ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. എന്നാലും ഇന്നത്തെ യാത്രയിൽ ആദ്യത്തെ കാര്യത്തിന് വേണ്ടിയിട്ട് പോയത് ഇതാണ്. കുഴപ്പമില്ലായിരുന്നു. കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയ സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു അവിടെ, ഞാൻ എടുത്തില്ല ഒത്തിരിയൊന്നും. അപ്പം ഇതാണ് നമ്മുടെ ഫാദർ നാച്ചുറൽ റിസർവ് സംതിങ് ലൈക്ക് ദാറ്റ്, അങ്ങനെ ഒരു പാർക്കാണത്. അതുപോലെ തന്നെ ഈ ഒരു ഏരിയ വരുന്നത് ഏകദേശം നമ്മുടെ ക്ലോൺടാറിൻ്റെ ഒക്കെ അടുത്തായിട്ട് തന്നെ വരും. ഇത് വന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്തായിട്ട് വരും. ബാലുമേൺ എങ്ങാണ്ടെന്ന് അതിൻ്റെ പേര്, ബാലുമേൺ സംതിങ് ലൈക്ക് ദാറ്റ്, അങ്ങനെ ഒരു പേരാണ് വരുന്നത്. അപ്പോൾ ആ സ്ഥലമാണ് ഞാൻ വേഗം ഓടിച്ചൊന്ന് ചുറ്റി കണ്ടിട്ട് പെട്ടെന്ന് തന്നെ പോകുന്നത് കേട്ടോ. കാരണം ഒരുപാട് സമയം ചിലവഴിക്കാനൊന്നും എന്നെക്കൊണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പം ഇതൊരു ഫുട്ബോൾ ക്ലബ്ബും കൂടെ കൂടിയിട്ടാണ്, കണ്ടില്ലേ, അതിനകത്ത് ട്രിനിറ്റി ഫുട്ബോൾ ക്ലബിൻ്റെ ഒരു കെട്ടിടമാണ് ആ കാണുന്നത്. ആക്ച്വലി നല്ല രസമുണ്ട്, ഇവിടെയൊക്കെ കാണാനൊക്കെ നല്ല ഏരിയ ആണ്. ഇപ്പോൾ ഞാൻ പറയാം പാർക്കിൻ്റെ ഫാദർ കോളിൻസ് പാർക്ക് എന്നാണ് അതിൻ്റെ പേര് കേട്ടോ, ഫാദർ കോളിൻസ് പാർക്ക്. കണ്ടോ, ഈ ഗേറ്റിൻ്റെ ഇപ്പുറത്തേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള കെട്ടിടങ്ങളൊക്കെ ശരിക്കും യുകേഷ് കെട്ടിടങ്ങൾ, അല്ലെന്നുണ്ടെങ്കിൽ അമേരിക്കൻ അങ്ങനെയുള്ള വലിയ ഹൗസസാണ്. അതിൻ്റെ ഉള്ളിൽ ഞാൻ ആ വഴിക്കാണ് നടന്ന് കയറി വന്നത്. അപ്പോൾ കുറേ കാണാനുണ്ടായിരുന്നു അവിടെ. അങ്ങനെ എല്ലാം കണ്ടിട്ട് വേഗം തിരിച്ചു വന്നു കേട്ടോ. അതിനുശേഷം നമ്മുടെ സെക്കൻഡ് ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് ഞാൻ നിൽക്കുകയാണ്. ഇതെന്ന് പറഞ്ഞ സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 40 ഫുഡാണ്. എല്ലാവർക്കും അറിയായിരിക്കും, ഡബ്ലിനൊക്കെ ഉള്ളവർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ലൊക്കേഷനാണ് 40 ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആളുകൾ നീന്താനൊക്കെ പോകുന്ന
സേഫ് ഗാർഡ് കാര്യങ്ങളൊന്നുമില്ലാത്ത കടലിനോട് ചേർന്ന് കിടക്കുന്ന എന്നാൽ അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ് ആക്ച്വലി 40 ഫുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അത് പിടിക്കാനാണ് ഞാൻ പോകുന്നത്. നമ്മൾ സാധാരണ ബ്രേക്ക് പോകുന്ന, ഇപ്പം ഒത്തിലേക്കല്ല ബ്രേക്ക് പോകുന്ന വണ്ടിയാണ് പിടിക്കുന്നത്. അപ്പോൾ നമുക്ക് പോകാനുള്ള ട്രെയിൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പം സാൻഡക്കോ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകാൻ പോകുന്നത്. അപ്പോൾ സാൻഡക്കോവിൽ പോയിട്ടാണ് നമ്മൾ ഈ ഒരു സ്ഥലത്തേക്ക് പോകുന്നത്. ആക്ച്വലി നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ 40 ഫുട്ട് എന്നാണ് പറഞ്ഞത്. സാൻഡക്കോവിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് കുറച്ച് നടക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. മോസ്റ്റ്ലി ഈ ഒരു പ്ലേസ് വലിയ ഫേമസ് ആയിട്ടുള്ളൊരു പ്ലേസാണ്. അപ്പോൾ നമുക്ക് എന്തായാലും പോയി നോക്കാം. പോയി കുറച്ച് കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് വരാം കേട്ടോ. നല്ല തണുപ്പും അതുപോലെ മഴയൊക്കെ ഉള്ള ദിവസമാണ്. അത് കോട്ടൊക്കെ ഇട്ട് കുട്ടിയൊക്കെ വെച്ച് ഫുൾ സെറ്റപ്പിൽ വന്നിരിക്കുന്നതൊക്കെ. അപ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് അവിടെ കാണാമെന്ന് വിചാരിക്കുന്നു. എന്തായാലും പോയിട്ട് വരാം. അതിനുശേഷം നമ്മൾ ഗ്രേ സ്റ്റോൺസിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ട്രെയിൻ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ 40 ഫുഡ് 7 സംതിങ് സാൻഡിക്കോ എന്ന് പറഞ്ഞ ട്രെയിൻ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടാണ് നമ്മൾ നടക്കുന്നത്. ട്രെയിൻ സ്റ്റേഷൻ ഇറങ്ങിയിട്ട് ഏകദേശം ഇടത് സൈഡിലേക്ക് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം കടൽ തീരമാണ്. ആക്ച്വലി ആ ഒരു ഭാഗം മൊത്തം കടൽ തീരമാണ്. അപ്പോൾ ആ ഭാഗത്തേക്ക് വളരെ കുറച്ച് നടന്നാൽ മതി. വളരെ തൊട്ടടുത്താണ് ഈ പറഞ്ഞ ഈ 40 ഫുഡ് എന്ന് പറഞ്ഞാൽ. കുറേ നടക്കണമെന്നുള്ളൂ. ഇതൊരു അവിടുത്തെ ട്രഡീഷൻ. അതുപോലെ ശേഷം അവിടെ ഉള്ളിൽ കയറി വളരെ നല്ല രസമുണ്ട് കാണാൻ. ആക്ച്വലി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കൊത്തുപണികളൊക്കെ ചെയ്ത ഒരു നല്ലൊരു ചർച്ചായിരുന്നു. RC പള്ളിയാണ്, റോമൻ കാത്തലിക്സിൻ്റെ പള്ളിയാണ് ആക്ച്വലി. സോ അപ്പം ജസ്റ്റ് ഒന്ന് കയറി എല്ലാം ഒന്ന് കണ്ട് പെട്ടെന്ന് ഓടി ഇറങ്ങി പോകുന്നു കേട്ടോ. അപ്പം ഇതിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ കടൽ തീരം. അവിടെ ഒരു ഈശോയുടെ രൂപം ഇരിപ്പുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. കണ്ടില്ലേ? അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ 40 ഫുട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സ്ട്രെയിറ്റ് റോഡ് മുന്നോട്ട് പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മുന്നോട്ട് പോകുന്ന ഈ റോഡിൽ തന്നെ ഏതെങ്കിലും ഒരു ഇടത് സൈഡിലേക്കുള്ള ഒരു സ്ട്രീറ്റ് പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം കടൽ തീരത്തേക്കാണ് ചെല്ലുന്നത്. ഈ 40 ഫുട്ടിൻ്റെ അടുത്തേക്ക് തന്നെ ചെല്ലുന്നത്. സാൻഡിക്കോ സ്റ്റേഷനിലേക്ക് ഇറങ്ങി ഈ ചർച്ചിൻ്റെ തൊട്ട് അടുത്ത് നിന്ന് കയറുന്ന കണ്ടോ ഇടത് സൈഡിൽ, ഇത് വലത് സൈഡല്ല, ഇടത് സൈഡിൽ നിന്ന് കയറുന്ന എല്ലാ സ്ട്രീറ്റ്സും പോകുന്ന കടൽ തീരത്തേക്കാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു സ്ട്രീറ്റ് പിടിച്ചാൽ മതി. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. നല്ലൊരു കുഞ്ഞിലിറ്റേജ് കാണാൻ വരാതിരുന്ന പ്ലേസ് ആയിരുന്നു. പക്ഷേ സാൻഡിക്കോവിൻ്റെ അല്ലെങ്കിൽ 40 ഫുട്ടിൻ്റെ ഫുൾ ഏരിയ എനിക്ക് കവർ ചെയ്യാൻ സാധിച്ചില്ല. ബിക്കോസ് ഇന്നത്തെ കാലാവസ്ഥ മോശമായിരുന്നു. ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ എനിക്ക് റെക്കോർഡ് ചെയ്യാനൊന്നും മര്യാദയ്ക്ക് പറ്റിയില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിനി അടുത്ത ദിവസം വീണ്ടും ഒന്നോടെ പോകുന്നതായിരിക്കും. കാരണം അവിടെ ഒരു പിയറുണ്ട് ആക്ച്വലി. ഒത്തിരി ലോങ് സ്ട്രെച്ച് ആയിട്ടുള്ള പിയറുണ്ട്. അവിടെ പോയി കാണാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ വെയിലുള്ളത് ഒരു ദിവസം നോക്കിയിട്ട് അവിടെ പോയിട്ട് ഇനിയും റെക്കോർഡ് ചെയ്തിട്ട് ബാലൻസ് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ പോകുന്ന വഴിക്ക് 1-2 വേറെ കാര്യങ്ങളും കൂടെ കാണിക്കാനുണ്ട്. അപ്പോൾ പോകുമ്പം ആ 2 ലൊക്കേഷനും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. എല്ലാം കടൽ തീരത്തിൻ്റെ ഏരിയയാണ്. പക്ഷേ എങ്കിൽ കൂടി ഓരോ പ്ലേസിൽ പോകുമ്പോൾ ഓരോരോ ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. നല്ലൊരു ഗാർഡനുണ്ട്. അത് ഒത്തിരി സൂം ഇടാതെ പിടിച്ചേക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒത്തിരി ദൂരമായിട്ട് തോന്നുന്നത്. ഒത്തിരി ദൂരമില്ല, പക്ഷേ നല്ല ഒരു ഏരിയയാണ്. ഒരുപാട് കിളികളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. കണ്ടോ ഇത് സാൻഡിക്കോവിൻ്റെ ഇത് നമ്മുടെ 40 ഫുട്ടിൻ്റെ അവിടെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബീച്ചിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ നേരെ വലത്തോട്ട് നടക്കുന്ന ഭാഗമാണ്. ഇങ്ങോട്ടാണ് 40 ഫുട്ടിലേക്ക് പോകുന്നത്. ദാറ്റ് മീൻസ് നമ്മൾ നീന്താൻ പോകുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോകുന്നത് ഈ ഇടത് സൈഡിലേക്ക് പോകുമ്പോഴാണ്. അപ്പോൾ കുറേ കല്ലൊക്കെ നിരത്തിയിട്ട രീതിയിൽ അവിടെ അത്ര കംഫർട്ടബിളായിട്ട് നീന്താൻ പറ്റിയ ബീച്ചല്ല ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ 40 ഫുട്ട് എന്ന് പറഞ്ഞ ഏരിയ സെപ്പറേറ്റ് കടലിനോട് അടുത്ത് കിടക്കുന്ന കല്ലുകളൊക്കെ നിറഞ്ഞൊരു സ്ഥലമാണ്. പക്ഷേ എന്നാൽ അവിടെ നീന്താൻ പറ്റിയ ഒരു ഏരിയയും കൂടെ കൂടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ അങ്ങരുത് വെള്ളം നിറത്തി കാണുന്ന കണ്ടോ ഇടത് സൈഡിൽ ആ ഭാഗമാണ് നമ്മൾ ഈ 40 ഫുട്ടിൻ്റെ ഭാഗം. ഈ ഇടത് സൈഡിൽ ആ കസേരയൊക്കെ ഇട്ടിരിക്കുന്നതിന് നേരെ അപ്പുറം കാണുന്നുണ്ടോ ആ ഭാഗമാണ് ശരിക്കും പറഞ്ഞാൽ 40 ഫുട്ട്. അപ്പോൾ നടന്ന് ചെല്ലാൻ വേണ്ടിയിട്ട് കുറേ ദൂരമുണ്ട് കേട്ടോ. അങ്ങനെ നടന്ന് മുന്നോട്ട് ചെന്ന് കഴിയുമ്പോൾ നമുക്ക് നീന്താൻ പറ്റിയ സ്ഥലങ്ങൾ കാണാം. അവിടെ ഗേൾസിന് സെപ്പറേറ്റ് സെക്ഷനുണ്ട്, ബോയ്സിന് സെപ്പറേറ്റ് സെക്ഷനുണ്ട്. അവിടെ ചെന്ന് അവിടെ ഡ്രസ്സൊക്കെ മാറി നമ്മൾക്ക് അവിടെ ലോക്കറിലൊക്കെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് പോയിട്ട് നീന്താം. പക്ഷേ പ്രത്യേകം ഒരു ശ്രമിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നീന്തൽ അറിയാൻ പാടത്തിൽ പോയി ചാടരുത്. കാരണം അവിടെ സേഫ് ഗാർഡ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ സ്വിമ്മിങ് ഗ്രൂപ്പ്സുകളുണ്ടെന്നാണ് എൻ്റെ ചെന്നൈ ഫ്രണ്ട് പറഞ്ഞ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ചെന്നൈ ഫ്രണ്ട് പറഞ്ഞിരുന്നു അപ്പോൾ നമുക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പോകാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതിന് മുന്നേ ഞാൻ തന്നെ പോന്നു. അപ്പം താല്പര്യമുള്ളവർക്കൊക്കെ സ്വിമ്മിംഗ് ക്ലബ്ബിൽ മെമ്പർ ആയിക്കൊണ്ട് അവരുടെ കൂടെ നമ്മൾക്ക് സേഫായിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഈ 40 ഫുട്ട് എന്ന് പറയുമ്പോൾ അത്ര സേഫായിട്ടുള്ളൊരു ഏരിയ ഒന്നും അല്ലായിരിക്കും ഒരു പക്ഷേ നീന്തൽ അറിയാൻ പാടില്ലാത്തവർക്ക്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ താഴത്തേക്ക് നോക്കിയാൽ കാണുന്ന ആ ഫുൾ സ്ട്രെച്ച് ഇതാണ് 40 ഫുട്ടിൻ്റെ ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു പ്ലേസാണ്. സമയം കിട്ടുന്നവരൊക്കെ പോയി കണ്ടു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ 2ാം ഭാഗം ഉടനെ വരുന്നതായിരിക്കും കേട്ടോ.
അങ്ങനെ മുന്നോട്ട് നടന്ന് ചെല്ലുന്ന സമയത്ത് നമ്മൾക്ക് കാണാൻ പറ്റിയ ഒരു ഏരിയയാണ്. അടിപൊളിയാണ് ഈ ഏരിയ. ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ പറ്റിയൊരു ഏരിയയാണ്. ഇവിടെ നമുക്കൊരു കുഞ്ഞൊരു ബീച്ച് നമുക്ക് കാണാൻ പറ്റും. വെള്ളം കയറി കിടക്കുന്ന എന്നാൽ വളരെ ചെറിയ രീതിയിലുള്ളൊരു ബീച്ച് നമുക്ക് കാണാൻ പറ്റും. ആ കാണുന്ന കല്ലിട്ട ഭാഗം, ഇതേ മുമ്പിൽ കാണുന്ന കല്ലിട്ട ഭാഗവും ആ ചുമന്ന വീട് പോലെ കാണുന്ന ഭാഗമാണ് നീന്തൽ ഏരിയ ഉള്ളത്. ഇതിൻ്റെ മേളിലൊക്കെ കയറി നിന്ന ആളുകൾ താഴത്തേക്ക് എടുത്തിയാടി നീന്തി കുളിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഇടമാണ്. ആക്ച്വലി അതിനങ്ങോട്ട് കയറാനുള്ള സ്പേസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഈ വലത് സൈഡിൽ കാണുന്ന വൈറ്റ് കെട്ടിടമൊക്കെ ആളുകൾക്ക് തുണി മാറാനുള്ള സ്ഥലങ്ങൾ ഒക്കെയാണ് കാണുന്നത് കേട്ടോ. അപ്പം പറ്റിയ ഒരിടമാണ്. നിങ്ങൾ പോയി കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുമായിരിക്കും. എല്ലാവരും പോയി കണ്ട് എൻജോയ് ചെയ്യുക. സ്വിമ്മിങ്ങിന് പോകുന്ന സമയത്ത് സേഫായിട്ട് പോയി സ്വിമ്മി ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. നീന്തലറിയാത്തവരൊക്കെ പോയി ചാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ചിലപ്പം നമ്മുടെ ലൈഫ് തന്നെ പോയിന്നിരിക്കും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പോകുന്നത് നല്ലതാണ്, പക്ഷേ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സേഫ് ആൻഡ് കംഫർട്ടബിളായിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. പ്രത്യേക വർക്ക് കേട്ടോ. ഈ ഒരു വശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ സൈഡിൽ കൂടെ മുകളിലേക്ക് കയറി ചെല്ലുമ്പം ഇച്ചിരി കൂടെ നന്നായിട്ട് ആ ഒരു സ്വിമ്മിങ് ഏരിയ അല്ലെങ്കിൽ 40 ഫുഡ് എന്ന് പറയുന്ന ആ ഒരു ഏരിയ കാണണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തേക്ക് മുന്നോട്ട് നീങ്ങുമ്പോൾ അവിടെ നമുക്ക് ഒരു എന്താ പറയുക, ഇഷ്ടിക കൊണ്ടൊക്കെ ഉണ്ടാക്കിയൊരു വേലി പോലെ നമുക്ക് കാണാം. ഇവിടെ നിന്ന് ആ നീല ബോർഡ് ഇരിക്കുന്ന ഇടത് സൈഡ് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടാണ് നമുക്ക് സ്വിമ്മിങ്ങിനുള്ള ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ മുന്നോട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു ഓവറോൾ ലുക്ക് നമുക്ക് കാണാൻ പറ്റും. ഈ കാണുന്ന പാറക്കൂട്ടങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ 40 ഫുഡിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏരിയ. ആ വഴിക്ക് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുന്ന ഭാഗങ്ങളൊക്കെ അവിടെ ആൾക്കാർ നീന്തുന്നുണ്ട്. ഇത് അതുപോലെ തന്നെ അതിനോട് ഒട്ടിക്കിടക്കുന്ന ഭാഗങ്ങൾ തന്നെയാണ് കേട്ടോ. നല്ല രസമാണ് ഈ ഭാഗങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് കേട്ടോ.